അല്ല, ഭീഷണിയൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ അവർ പോലും നടത്താൻ വിടില്ല എന്ന് പറഞ്ഞാൽ അത് പ്യൂർലി അൺഫെയർ ആണ്. ക്വസ്റ്റ്യൻ അവർ പോലും നടത്താൻ വിടില്ല എന്ന് പറഞ്ഞാൽ പ്യൂർലി അൺഫെയർ ആണ്. ഇറ്റ്സ് പ്യൂർലി അൺഫെയർ. ഞാൻ വളരെ ക്ലിയർ ആയി ചെയർ പറഞ്ഞു എന്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ ഡിനൈ ചെയ്തത്. അത് പറഞ്ഞു ഫ്ലോറിൽ. ടെൽ ദം ടു ഗോ ആൻഡ് ടേക്ക് ദി സീറ്റ്. അവിടെ പോയിരിക്കാൻ പറ. ഇതിനകത്ത് ചെയർ നൽകുന്നതാണ്. നിങ്ങൾ അവിടെ പോയിരുന്നാൽ തരും. ആരാണ് ലീഡർ? ആരാണ്? ഒരുപാട് ലീഡർ ഉണ്ട് ഒപ്പോസിഷന്. ആരാണ് ഒപ്പോസിഷൻ ലീഡർ? ആരാ പറ. ശ്രീ വി ജോയ്. Please, Joy, please. Shri P. Joy, please. Sir. ഇത് കഴിഞ്ഞിട്ട് തരാം. Sir. സുതാര്യവും സുഗമവുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അതിനെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം വലിയ തോതിൽ നടക്കുകയാണ്. സാർ, എന്റെ ചോദ്യം, കടൽക്ഷോഭം മൂലം എന്നോട് വർത്തമാനം പറയണം. ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. കടൽക്ഷോഭം മൂലം ജീവനോപാധികൾ നഷ്ടപ്പെടുന്നവർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പരമാവധി എത്ര രൂപയാണ് അനുവദിക്കുന്നത്? മത്സ്യബന്ധന വകുപ്പ് അനുവദിക്കുന്ന തുകയ്ക്ക് പുറമെ ഈ തുക അനുവദിക്കാൻ വ്യവസ്ഥയുണ്ടോ? ബഹുമാനപ്പെട്ട സി എം. സർ, മത്സ്യബന്ധന ഘട്ടത്തിൽ അപകടം പറ്റുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം നൽകുന്നതിനുള്ള പദ്ധതി നേരത്തെ മുതൽ നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഇൻഷുറൻസ് തുകയായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ചില ഘട്ടങ്ങളിൽ അതീവ ദാരുണമായ ചില സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ തൊഴിലാളി ചിലപ്പോൾ അംഗമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല, ഇൻഷുറൻസിൻ്റെ പരിധിയിൽപ്പെട്ടിട്ടുണ്ടാവില്ല. യഥാർത്ഥത്തിൽ മത്സ്യബന്ധനത്തിന് പോവുകയും അപകടത്തിൽപ്പെടുകയും മരണം സംഭവിക്കുകയും ചെയ്യുന്നു. അത്തരം ചില ഘട്ടങ്ങളിൽ അവരെ സഹായിക്കേണ്ടത് മനുഷ്യത്വപരമായ സമീപനമാണ് എന്ന തിരിച്ചറിവോടെ ചില നടപടികൾ ഓരോ കേസിൻ്റെയും പ്രശ്നങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഉചിതമായ തരത്തിൽ തീരുമാനിക്കാൻ സർക്കാർ സന്നദ്ധമായിരുന്നു. അതിൻ്റെ ഭാഗമായി ദുരിതാശ്വാസ നിധിയിൽ നിന്നും സഹായം നൽകുന്ന സമീപനവും സ്വീകരിച്ചു വരുന്നുണ്ട്. സർ, അങ്ങൊരു ചോദ്യം ചോദിച്ചു, ആരാണ് പ്രതിപക്ഷ നേതാവെന്ന്. സർക്കാരിന് വേണ്ടി സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിച്ച് സ്പീക്കറുടെ കസേരയിലിരുന്നതിൻ്റെ കുറ്റബോധം കൊണ്ടാണ് അങ്ങ് എന്നോട് ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ്. I register my strong protest. There is an impropriety in your question. There is an impropriety. സ്പീക്കറുടെ കസേരയിൽ ഇരുന്നുകൊണ്ട് അങ്ങ് പ്രതിപക്ഷ നേതാവ് ആരാണ് എന്ന് ചോദിച്ചത് അങ്ങയുടെ പക്വതയില്ലായ്മയോട് തെളിയിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. സാർ, ഇവിടെ ഞങ്ങൾ അങ്ങ് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു സ്പീക്കറും ആ കസേരയിൽ ഇരുന്ന് ചോദിക്കാത്ത ചോദ്യമാണ് ചോദിച്ചത്. സ്പീക്കർ പദവിക്ക് അപമാനകരമായ ചോദ്യമാണ് അങ്ങ് ഉന്നയിച്ചത്. ഇവിടെ അങ്ങ് കൂട്ടുകയാണ്. ഈ സർക്കാരിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളാണ് അങ്ങ് ഹനിച്ചത്. സാർ, അതുകൊണ്ട് ഞങ്ങൾ ഈ ചോദ്യോത്തര വേള ഞങ്ങൾ ബഹിഷ്കരിക്കും. ഒന്ന് കേൾക്കണം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്. ഏതായാലും ഫ്ലോറിൽ ഡോക്യുമെന്റ് ചെയ്യേണ്ടതാണല്ലോ. ചെയർ പറയാം. സാർ,